അവൻ സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുന്ന കർത്താവ്. ഇപ്പൊ നമ്മൾ ദൈവത്തെ കുറിച്ച് അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? മോനെ, ഈ വഴിക്കല്ല, അങ്ങോട്ട് പോയേ, പ്ലീസ് പ്ലീസ്. നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാ, അല്ലെ? സ്തോത്രം. നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്ന ഒരു ദൈവത്തെയാ. എന്തോ കുറ്റം ചെയ്തെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാ, അല്ലെ? നമ്മൾ പിന്നും നെക്സ്റ്റ് ഡേ സെയിം മിസ്റ്റേക്ക് ചെയ്തിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആമേൻ, ഞാനെല്ലാം മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ്. പക്ഷേ തിരുവചനം പറയുന്നു, എന്നും പരിശുദ്ധാത്മാവ് നമ്മോട് എന്ത് ചെയ്യത്തില്ല? വാദിച്ചു കൊണ്ടിരിക്കത്തില്ല. ആമേൻ. ഈ പ്ലീഡ് ചെയ്യുന്ന റോളിൽ നിന്ന് സിംഹാസനത്തിന്റെ റോളിലേക്ക് ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെയാണ് നാം ദൈവത്തെ ഭയക്കുന്നത്. അയ്യോ, ദൈവത്തെ ആരാധിച്ചില്ല എങ്കിൽ എന്തായി തീരും എന്ന് നമുക്ക് ഹൃദയത്തിന്റെ അകത്ത് എന്തുണ്ടാകുന്ന ബോധ്യമുണ്ട്. ഞാനിവിടെ പ്രസംഗിക്കാൻ വരേണ്ട ദൈവ വിശ്വാസികളെല്ലാം വന്നിരിക്കുന്നു. ഇപ്പൊ എന്തോ ചെയ്യണമെന്ന് ഓർത്തിട്ടല്ല ഞാനിവിടെ പ്രസംഗിക്കാൻ വരേണ്ടത്. എന്നെ ഈ ഡ്യൂട്ടി എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ഞാൻ ലോയൽ ആയിരിക്കണം. അതായിരിക്കണം എന്നെ ഡ്രൈവ് ചെയ്യേണ്ട ഫോഴ്സ്. ഇപ്പൊ എല്ലാവരും വന്നിരിക്കുമല്ലോ, ഇപ്പൊ എന്തൊരു മെസ്സേജ് പറഞ്ഞില്ല, എന്തോ പറ്റുമെന്ന് ഓടിയല്ല വരേണ്ടത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇന്റൻഷൻ മനസ്സിലായോ? ദൈവം എങ്ങനെയാണ് നമ്മളെ കാണുന്നത്? സ്തോത്രം. അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. ന്യായാധിപനായ ദൈവത്തിന്റെ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ ദൈവം ന്യായാസനത്തിലിരിക്കും. എന്നും നമ്മോട് വാദിക്കത്തില്ല, എന്നും നമ്മോട് പ്ലീസ് ചെയ്യത്തില്ല, എന്നും നമ്മെ അവൻ പലതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തത്തില്ല. ദൈവത്തിന്റെ റോള് മാറും. ഇന്ന് കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ്, ഇന്ന് നമ്മോട് സഹതാപം കാണിക്കുന്നവനാണ്, ഇന്ന് എന്ത് തെറ്റ് ചെയ്തിട്ടും മടങ്ങി വന്നാലും സ്വീകരിക്കുന്നവനാണ്, ഇന്ന് കർത്താവ് പോട്ടെ എന്റെ മോനല്ലേ എന്ന് പറയുന്നവനാണ്. പക്ഷെ എന്നും തമ്പുരാൻ ആ ഒരു റോളിലല്ല, അവൻ ന്യായാസനത്തിൽ ഇരിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ഓർത്തിട്ട് പറയണം, കർത്താവേ, അതിൽ നിന്ന് തെറ്റി ഒഴിയുവാനായി ഞാൻ നേർപാതയിൽ നടക്കുവാനായി, ദൈവത്തെ ആരാധിക്കുവാനായി ഞാൻ സമയത്തെ വേർതിരിക്കുന്നു.